നമസ്കാരം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലുള്ള ഇഡി നടപടി തികച്ചും രാഷ്ട്രീയ പ്രേരിത നിലപാട്. സിപിഎമ്മിനെ വേട്ടയാടാൻ വേണ്ടിയാണ് ഇഡിയെ മറയാക്കി ചിലർ ശ്രമം നടത്തുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഎമ്മിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്ത നടപടിയിലാണ് ഇത്തരമൊരു പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ നിന്നുള്ള തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നാണ് പ്രതി ചേർക്കാൻ കാരണമാക്കി ഇഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സിപിഎമ്മിന്റെ സ്വത്തുകളും ഇഡി ഇതിന്റെ ഭാഗമായി കണ്ടുകെട്ടിയിട്ടുണ്ട്. സിപിഎമ്മിന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ 29 കോടിയുടെ സ്വത്തുകളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പേരിലായിട്ടുള്ള സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ 8 അക്കൗണ്ടുകളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും ഇതിന്റെ ഭാഗമായി ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നു. സിപിഎമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് 73 ലക്ഷത്തിന്റെ സ്വത്തുക്കളാണെന്നാണ് ഇഡി നൽകുന്ന വിവരം. 9 വ്യക്തികളുടെ സ്വത്തുകളും ഇതിന്റെ ഭാഗമായി കണ്ടുകെട്ടി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇഡി നടപടിയെ സംബന്ധിച്ച് ആദ്യം പ്രതികരിക്കാൻ മടിച്ചിരുന്ന സിപിഎം നേതാക്കൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് ഉത്തരം മനപ്പാഠം പഠിച്ച് പോലെ മറുപടി പറഞ്ഞ് രംഗത്തെത്തുകയാണ്. എം വർഗീസ് ഉൾപ്പെടെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അടക്കം പറയുന്നത് ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമായ നടപടി മാത്രമെന്നാണ്. ചാനൽ വാർത്തകളിലെ വിവരം കണ്ടിട്ടുള്ളൂ എന്നും ഒരു വിവരവും അല്ലാതെ കിട്ടിയിട്ടില്ല എന്നും എം വർഗീസ് പ്രതികരിക്കുന്നു. ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്നും എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണെന്നും എം വർഗീസ് പറഞ്ഞു. പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുകയാണെന്നാണ് എം വർഗീസിന്റെ പ്രതികരണം. എന്തായാലും പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസും അതിന്റെ തുടർ നടപടികളുമെല്ലാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് കേസിലേറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണെന്നാണ് വിവരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണെന്ന ഇഡി ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണിതെന്നായിരുന്നു ഇഡി വ്യക്തമാക്കിയത്. അതേസമയം കരുവന്നൂർ തട്ടിപ്പ് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒരു പാർട്ടി നേതൃത്വം മുഴുവൻ പ്രതിക്കൂട്ടിലായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് സാധാരണക്കാരായ നിക്ഷേപകരെ സിപിഎം നേതാക്കൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുവന്നൂരിലെ തട്ടിപ്പ് പണം കൈപ്പറ്റിയെന്ന് ഇഡി കണ്ടെത്തിയ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകേണ്ടുന്ന ഉത്തരവാദിത്തം സിപിഎം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎമ്മും നേതാക്കളും തട്ടിച്ചുണ്ടാക്കിയ സ്വത്തുവകകൾ വിറ്റഴിച്ചാലും കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം മടക്കി നൽകണമെന്നും അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം ബിജെപി സിപിഎം ഒത്തുകളിയാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം വസ്തുതകൾ പുറത്തു വരുമ്പോൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അനീഷ് കുമാർ ചോദിച്ചു.